കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് തമിഴക വെട്ടിക്കഴകം. അതായത് ചുരുക്കി പറഞ്ഞാൽ വിജയുടെ പാർട്ടി. വിജയ് സിനിമ നിർത്തിയാണ് രാഷ്ട്രീയത്തേക്ക് ഇറങ്ങാണ് പോകുന്നത്. ഇപ്പോൾ നമുക്കൊരു വിഷമം ചടപ്പൊക്കെ ഉണ്ടെങ്കിലും ചെറുപ്പം മുതലേ നമ്മൾ വിജയുടെ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വിജയുടെ പാട്ടുകൾക്ക് ഡാൻസ് ആടി, വിജയുടെ പാട്ട് പാടി, വിജയുടെ സിനിമയുടെ ട്രെയിലറിന് വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഇത്രയും വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആള് സിനിമ നിർത്തുകയാണ്, ഇനി രാഷ്ട്രീയത്തിലാന്ന് പറയുമ്പോൾ നമുക്ക് വലിയ താല്പര്യപ്പെടാത്തൊരു മേഖലയാണ്. നമുക്ക് വലിയ ഇഷ്ടമില്ലായിരുന്നു വിജയ് നിർത്തുന്നപ്പോൾ. അപ്പോൾ വിജയ് പുതിയൊരു പാർട്ടി തുടങ്ങിയപ്പോൾ പിന്നീട് സിനിമ ഒക്കെ വിട്ട് വിജയുടെ പാട്ടിൻ്റെ കാര്യത്തെ പറ്റിയിട്ട് അപ്ഡേറ്റ്സ് ചെയ്യാനും അത് ഫോളോ ചെയ്യാനും, വിജയുടെ പാർട്ടി എന്താണ് പറയാൻ പോകുന്നത്, വിജയ് എന്താ പറയാൻ പോകുന്നത്, വിജയ് എന്താ ഇനി ചെയ്യാൻ പോകുന്നത്, അങ്ങനെ ഒരു ലെവൽക്കായി നമ്മളെ ചിന്തകളൊക്കെ. അപ്പോൾ കഴിഞ്ഞ് 2 വർഷം മൊത്തം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ഇലക്ഷനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ഞാനാണ്. അപ്പോൾ തമിഴ്നാട് ഇലക്ഷനെ പറ്റിയിട്ട് ഇപ്പോൾ ഏകദേശം കുറേ കാര്യങ്ങൾ നമ്മൾ ഈ യൂട്യൂബിലൂടെ ഇൻസ്റ്റയിലൂടെ അല്ലെങ്കിൽ പല ന്യൂസിലൂടെയാണ് നമ്മൾ അറിയാൻ പറ്റി. എന്നോടിപ്പോൾ എന്നെ കാണുന്ന എന്നെ അറിയാവുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നൊരു സംഭവമാണ്, വിജയ് ജയിക്കുമോ, വിജയുടെ പാർട്ടിക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടോ? കാരണം വിജയ് ആരാധന ആയതുകൊണ്ട് തന്നെ മുമ്പ് ചോദിച്ചിരുന്നു വിജയുടെ സിനിമ ടിക്കറ്റ് കിട്ടാണ്ടോ, വിജയ സിനിമ അടുത്ത ഏതാ ഇറങ്ങാൻ പോണത്, വിജയ സിനിമ പോരല്ലോ, അങ്ങനെയുള്ളതൊക്കെ കേൾക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ വിജയ് സിനിമ വിട്ടിട്ട് വിജയ് രാഷ്ട്രീയത്തെ പറ്റി നമ്മോട് ചോദിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. രാഷ്ട്രീയത്തെ പറ്റി ഒരു ഐഡിയ എങ്കിൽ പോലും കഴിഞ്ഞ 2 വർഷം കൊണ്ട് വിജയുടെ പാർട്ടി എന്തൊക്കെയാണ് അവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ഇമ്പാക്റ്റ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ഗ്രൗണ്ട് ക്ലിയർ പിക്ചർ അറിയാൻ പറ്റി. അപ്പോൾ വിജയ് എന്നുള്ളത് ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാർട്ടിയാണ് തമിഴക വെട്ടിക്കഴകം ഈ ഇലക്ഷനിൽ. കാരണം അവിടെ ഓൾറെഡി ഭരിച്ചിരുന്ന 2 വലിയ ഗ്യാൻഡ് പാർട്ടികൾക്കെതിരെയാണ് വിജയ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. അത് അത്ര ഈസി ആയിട്ടുള്ള സംഭവമില്ലായിരുന്നു. കഴിഞ്ഞ 2 വർഷം വിജയ് കൊള്ളാത്ത വിമർശനങ്ങളില്ല, വിജയ്ക്കില്ലാത്ത പ്രശ്നങ്ങളില്ല. കഴിഞ്ഞ ഒരു 6 മാസം വിജയിനെ പേഴ്സണലി ടാർഗറ്റ് ചെയ്തിട്ട് പല പ്രശ്നങ്ങളും പല വിഷയങ്ങളും നടന്നു. പക്ഷെ അതിലൊന്നും തളരാതെ, അതിലൊന്നും തോൽക്കാതെ വിജയ് ഇപ്പോഴും ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ നായകനായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് റിയാലിറ്റി എന്തെന്ന് പറയുമ്പോൾ പലരും പറഞ്ഞ് രാഷ്ട്രീയത്തിൽ ഈസി അല്ല, രാഷ്ട്രീയത്തിൽ അവിടെ അത്രയും വർഷങ്ങളായിട്ട് അവർ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ LDF UDF ഉണ്ടാക്കിയെടുത്തൊരു ഗ്രൗണ്ട് ഒരു സ്ട്രക്ചർ ഉണ്ട്. അതൊന്നും തകർത്ത് വിജയിക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കുറേ കളിക്കുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. അവിടെ അത്രയും കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് 10-7 വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഇമ്പാക്റ്റ് DMK ADMK ഒക്കെ അവിടെ സാന്നിധ്യത്തിലുണ്ട്. പക്ഷെ വിജയ് ചെയ്ത വലിയൊരു സ്ട്രാറ്റജിക് മൂവ് ഉണ്ട്. കാരണം വിജയ് പാർട്ടി തുടങ്ങണമെന്ന് ആഗ്രഹിച്ചതോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തോ 2 വർഷം മുമ്പോ അല്ലെങ്കിൽ 5 വർഷം മുമ്പോ അല്ല. വിജയ് പ്ലാൻ ചെയ്തിട്ട് 10-20 വർഷം മുമ്പേ ആള് പ്ലാൻ ചെയ്തതാണ്. ആള് നാളെ തമിഴത്തിൻ്റെ സൂപ്പർ സ്റ്റാർ ആയി മാറുന്നു, ആ സൂപ്പർ സ്റ്റാർ അതും വെച്ച് തൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നുള്ളതിലേക്ക് നേരത്തെ പ്ലാൻ ചെയ്ത ആളാണ് വിജയ്. കാരണം ആള് എല്ലാ നടന്മാർക്കുള്ള പോലെ തന്നെ ഫാൻസ് അസോസിയേഷൻ ആൾക്കും ഉണ്ട്. ആ ഫാൻസ് അസോസിയേഷൻ വഴി പലതരത്തിലുള്ള വെൽഫെയർ സഹായങ്ങൾ, സോഷ്യൽ സർവീസുകൾ, പല സംഭവങ്ങളും ആൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് 2007 ആയപ്പോൾ ഫാൻസ് അസോസിയേഷൻ മാറ്റി അതൊരു മക്കൾ ഇയക്കമായിട്ട്, അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട്, ഒരു വെൽഫെയർ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് ആളത് മാറ്റി. അത് തമിഴ്നാട്ടിൽ മാത്രമല്ല, കേരളത്തിലും സൗത്ത് ഇന്ത്യത്തെ ആൾക്ക് എവിടെയൊക്കെ ഫാൻസ് ഉണ്ട് അവിടെയൊക്കെ അത് ബ്ലഡ് ഡൊണേഷൻ ആയിക്കോട്ടെ, ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റിക്ക് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ പല പഠനത്തിനും പല സഹായങ്ങൾക്കും ആ ഫാൻസ് അസോസിയേഷനെ മക്കളേക്കും വഴി എല്ലാവർക്കും സഹായം ചെയ്തുകൊണ്ടേയിരുന്നു. ഇതുകൊണ്ട് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഓരോ ഏരിയയിലും ഓരോ വിജയ് ഫാൻസിൻ്റെ പ്രസിഡന്റും സെക്രട്ടറികളും ഉണ്ടാവും. ഇവരൊക്കെ അവരുടേതായിട്ടുള്ള നാട്ടിലത്തെ ഓരോ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തി, ഓരോ നാട്ടിലത്തെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് അവരിറങ്ങി അവരെ സഹായങ്ങൾക്ക് എല്ലാം ചെയ്തു കൊടുത്ത് അവരെ പ്രശ്നങ്ങളൊക്കെ സൊല്യൂഷൻ കൊടുത്തിട്ടാണ് അവരെ ഫാൻസ് അസോസിയേഷൻ ബിൽഡ് ചെയ്തെടുത്തത്. ഇത് 10-15 വർഷമായിട്ട് ഇത് വളരെ ഈസി ആയിട്ടും സക്സസ് ആയിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി മക്കളേക്കും. ഈ മക്കളേക്കുമാണ് 2024 തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടിയായിട്ട് ഇവർ കൺവേർട്ട് ചെയ്തത്. ഇന്ന് വിജയ് നിർത്തിയിട്ടുള്ള 234 സ്ഥാനത്തിൽ ഭൂരിഭാഗം ആൾക്കാരും വിജയുടെ കൂടെ 10-15 വർഷമായിട്ട് ഫാൻസ് അസോസിയേഷനിൽ നിന്ന് അല്ലെങ്കിൽ മക്കളേക്കത്തിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് സഹായിച്ച് പരിചയമുള്ള ആളുകളാണ്. അപ്പോൾ അവർ നാട്ടുകാരുമായിട്ട് ആ സ്ഥാനത്ത് എത്രയും കണക്റ്റാണ്. ആ ഒരു കണക്ഷന് ആ വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് വിജയുടെ പാർട്ടി ഉള്ളത്. ഇത് തന്നെയാണ് മറ്റുള്ള പാർട്ടിക്കാർ ഭയക്കുന്നത്. ആളുകളെ സ്നേഹം വോട്ടായി കൺവേർട്ട് ആവും എന്നുള്ള പേടിയാണ് മറ്റുള്ള പാർട്ടിക്ക് ഉള്ളത്. ഇതാണ് വിജയുടെ ഗ്രൗണ്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ ഗ്രൗണ്ട് റിയാലിറ്റി വിജയ് ഉണ്ടാക്കിയെടുത്തത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വിജയ്ക്ക് 10-15-20 വർഷം വേണ്ടി വന്നിട്ടുണ്ട്. കാരണം 2011 വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നുള്ള പല ന്യൂസുകളും റൂമറുകളും ഉണ്ടായിരുന്നു. അന്ന് ജയലളിതൻ്റെ ഭരണം കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കണ സമയത്ത് തന്നെ.
അന്ന് വിജയ് പറഞ്ഞ സംഭവമുണ്ട്, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരും, ജനങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് അത്രയും പ്രശ്നങ്ങളും ആവശ്യങ്ങളും ഉള്ളൊരു സമയത്ത് ഞാൻ വരും, പക്ഷേ അതിപ്പോൾ അതിനുള്ള സമയമില്ലാന്ന് 2015 ഓപ്പണായി ഡിക്ലെയർ ചെയ്ത ആളാണ്. ഇന്ന് ആ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. പക്ഷേ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ തമിഴ് മക്കൾക്ക് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു വലിയൊരു ലീഡറെ കുറവ് അവിടെ നന്നായിട്ടുണ്ട്. അണ്ണാദുരൈയാണെങ്കിൽ അല്ലെങ്കിൽ MGR, ജയലളിത, കരുണാനിധി, ഇങ്ങനെ വലിയ വലിയ നേതാക്കന്മാരെ അവിടെ ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു തലൈവർ എന്ന നിലയിലേക്കുള്ള ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവർക്കതൊരു വലിയ വികാരമാണ്. നമ്മുടെ നാട്ടിലമാരെയല്ല, അവരെന്നെ വീണ്ടും വീണ്ടും വർഷത്തോളം എന്ത് ചെയ്യും, അവർ ഭരണം എടുക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർക്ക് ഒരു ജനനായകൻ നിലക്ക് അല്ലെങ്കിൽ ഒരു തലൈവർ നിലക്ക് അവർക്കായിട്ടുള്ള നേതാവ് അവിടെ ഇല്ലാത്തൊരു കുറവ് നല്ലുണ്ട്. ആ ഒരു കുറവ് നികത്താൻ വിജയ്ക്ക് അവിടെ വലിയൊരു സാധ്യത ഉണ്ട്. പക്ഷെ അത് പറയുമ്പോഴും വിജയ് ഈ വർഷം അല്ലെങ്കിൽ 2026 അവിടുത്തെ മുഖ്യമന്ത്രി ആകുമോ, ഭരണം പിടിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം എലക്ഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എലക്ഷൻ്റെ സമയത്ത് ആ ഒരു പോളിംഗ് ബൂത്തിൽ അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ റിസൾട്ട് വരുമ്പോൾ ഒക്കെ ഡിഫറെൻറ്റ് സിനാരിയോ ആയിരിക്കും വരിക. പക്ഷേ വിജയ് ഈ ഒരു തമിഴ്നാട് ഇലക്ഷനിൽ ഈ ഒരു 2026 വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ആൾ തന്നെയാണ്. കാരണം വിജയാണ് അവിടെ സെൻറ്ററായി നിൽക്കുന്നത്. വിജയ് ചുറ്റിപ്പറ്റിയായിരിക്കും മറ്റുള്ള പാർട്ടികളുടെ ഗതിയും മറ്റുള്ള പാർട്ടി അവസ്ഥയും, അല്ലെങ്കിൽ വിജയ് തന്നെ നാളെ ഇനി ഭരണത്തിലേക്ക് വരുമെന്നൊക്കെ തീരുമാനിക്കുന്നത്. വിജയനോട് തന്നെ ഇന്ത്യ ടുഡേയിൽ ഇൻ്റർവ്യൂവിന് ചോദിച്ചു, നിങ്ങൾ ഈ ഇലക്ഷനിൽ കിങ് മേക്കർ ആകുമോ എന്ന് ചോദിച്ചത്. അപ്പോൾ വിജയ് പറഞ്ഞത്, നോ, ഐ എം നോട്ട് കിങ് മേക്കർ, ഐ എം ദ കിങ്, ഐ എം ഹിയർ ടു റൂൾ എന്നാണ് പറഞ്ഞത്. അതായത് ഞാൻ അവിടെ കിങ് മേക്കറെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരാളല്ല, ഞാൻ അവിടെ കിങ് ആവാനും ഞാൻ അവിടെ റൂൾ ചെയ്യാനുമാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്, അതെന്നെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞു. അത്രയും കോൺഫിഡൻസിലാണ് വിജയ് ഈ ഒരു ഇലക്ഷനെ കാണുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കഴിഞ്ഞ ഒരു 6 മാസം കൊണ്ട് വിജയ്ക്ക് വളരെ എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള എതിർപ്പുകളാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കരൂരിൽ വലിയൊരു സ്റ്റാമ്പേഡ് നടന്നു, അത്രയും 10-41 ആൾക്കാർ മരണപ്പെട്ട വിജയിൻ്റെ റാലിയിൽ റോഡ് ഷോയിൽ തെങ്ങി ഇറങ്ങിയിട്ടുണ്ടായ പ്രശ്നം. അത് ആദ്യത്തെ 3 ദിവസം വിജയിനെ എല്ലാവരും വഴിചാരെങ്കിലും വിജയ്ക്കെതിരെ ഭയങ്കര ആൾക്കാരെ ആഞ്ഞടിച്ചെങ്കിലും 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ സത്യാവസ്ഥകൾ അവിടുത്തെ ആളുകൾ തന്നെ ആ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾ നേരിട്ട് പറയാൻ തുടങ്ങി. അതായത് മറ്റുള്ള എതിർപ്പാർട്ടിക്കാരിൽ നിന്നുള്ള ആൾക്കാർ ഉണ്ടാക്കിയെടുത്തൊരു ചതിയാണെന്നും അവിടെ ആളുകൾ ഉന്തും തള്ളിയിട്ടും കത്തിയെടുത്ത് കുത്തിയിട്ടും അതുപോലെ ആംബുലൻസ് മനഃപൂർവ്വം ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിലേക്ക് എടുത്ത് കൊണ്ടുവന്നിട്ടൊക്കെ ഒരു ആള് ബഹളം തിക്കും തിരക്കും ഒരു പ്രശ്നം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവിടെ വിജയ് കൂടുതൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളൊരു സിനാരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. അത് പിന്നെ കുറേ ആൾക്കാരെ മരണത്തിലേക്ക് അത് അവസാനിച്ചു. അതിനുശേഷം വിജയ്ക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു വിജയുടെ പാർട്ടിക്ക്. കാരണം വിജയ്ക്ക് അങ്ങനെ കൂടുതൽ റോഡ് ഷോ പ്രോഗ്രാംസുകൾ പുറത്ത് നടത്താൻ പറ്റിയ സിറ്റുവേഷനായി. അവിടെ തമിഴ്നാട് ഗവൺമെൻറ് SOP എന്നിട്ടുള്ള ഒരു റെഗുലേഷൻ കൊണ്ടുവന്ന്, അതായത് ഇങ്ങനെ റോഡ് ഷോയും അല്ലെങ്കിൽ ഇങ്ങനത്തെ റാലീസും പ്രോഗ്രാംസും നടത്തണമെങ്കിൽ കുറേ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. പക്ഷേ ആ റെസ്ട്രിക്ഷൻ വിജയ്ക്ക് മാത്രം ഒതുക്കപ്പെട്ടു. ബാക്കിയുള്ള എല്ലാ പാർട്ടികൾക്കും പല റോഡ് ഷോയും പല പ്രോഗ്രാമും നടത്താനുള്ള അനുമതി കൊടുത്തെങ്കിലും വിജയ്ക്ക് മാത്രം ഒന്നും കൊടുത്തില്ല. ആ SOP വെച്ചിട്ട് വിജയിനെ എനിക്കൊന്നും റാലി എന്ന് പറയുമ്പോൾ ജനുവരി അവസാനം വരെ ഒരു 3 മാസം അടുപ്പിച്ചിട്ട് എല്ലാ ആഴ്ചയും റാലി നടത്താനുള്ള പ്രോഗ്രാമായിരുന്നു വിജയ്ക്കുണ്ടായിരുന്നു. തമിഴ്നാട് മൊത്തം കവർ ചെയ്യാന്നുള്ള ഒരു പ്ലാനിങ് ചെയ്തു. അവിടെ വിജയ്ക്ക് അത് നഷ്ടമായി. അത് വലിയ തിരിച്ചടിയായിരുന്നു. അതിനുശേഷം വിജയുടെ സിനിമയുടെ ജനനായകന് സൺസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത സിറ്റുവേഷൻ, സിനിമയിലേക്കും രാഷ്ട്രീയത്തെ കൊണ്ടുവന്ന് വിജയ് ഒതുക്കാൻ നോക്കി. പിന്നീട് ആ റിലീസ് ഡേറ്റ് മാറ്റി വെച്ച് പിന്നെ പടം റിലീസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് എത്തിച്ച് ഇപ്പോൾ ജനനായകൻ സിനിമ ലീക്കായി ഇപ്പോൾ ഓൺലൈനിലൂടെ പല ആൾക്കാരും ഡൗൺലോഡ് ചെയ്ത് കാണേണ്ട അവസ്ഥയിലേക്ക് എത്തി. പക്ഷെ ഇപ്പോഴും വിജയിൻ്റെ ആരാധകരും വിജയിൻ്റെ സ്നേഹിക്കുന്ന ആൾക്കാരും അത് തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ളവർക്ക് വാശിക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അതിനുശേഷം വിജയിന് പേഴ്സണലി ഉള്ള പ്രോബ്ലംസ് കൊണ്ടുവന്ന് അതും വലിയ പ്രശ്നത്തേക്ക് മാറ്റാൻ നോക്കി. ഇപ്പോൾ തമിഴ്നാട്ടിൽ പല ആളുകളും പല സർവേകളും വിജയ്ക്ക് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട്. വിജയ് വേണ്ടിയിട്ട് ഇലക്ഷന് വേണ്ടിയിട്ട് ആര് ജയിക്കും, എന്തായിരിക്കും സിനാരിയോ, ആര് മുഖ്യമന്ത്രിയാവും, എത്ര സീറ്റ് അവിടെ ആളുകൾ എടുത്തും എന്നുള്ള ഒരു സർവേ നടക്കുന്നുണ്ട്. അതിൽ കൂടുതൽ സർവേകളും വിജയ്ക്ക് എന്താ പറയുക അനുകൂലമായിട്ട് വിജയ്ക്ക് 30%, 35%, 40% അല്ലെങ്കിൽ 25%, 20% പല സർവേകളും വരുന്നുണ്ട്. പല സർവേയിലും വിജയ് അധികാരത്തിൽ വരുന്നു, ചിലർക്ക് വിജയ് 2ാം സ്ഥാനത്ത് വരാനുള്ള ചാൻസ് ഉണ്ടോ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പുതിയ പാർട്ടി തുടങ്ങിയതുകൊണ്ട് തന്നെ ആർക്കും ഒരു സർവേയിലും നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ള പ്രഡിക്ഷൻ പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നിരുന്ന വോട്ടുകൾ 2 പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആക്കുന്ന വോട്ടുകൾ ഒരു പുതിയ പാർട്ടി വരുമ്പോൾ ഒരു പുതിയ മാറ്റത്തിന് അല്ലെങ്കിൽ പുതിയൊരു ആൾട്ടർനേറ്റീവ് അവിടെ വരുമ്പോൾ ഈ 2 പാർട്ടിയിൽ നിന്ന് എന്ത് ചെയ്യും, വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്ലിറ്റ് ആവും. അപ്പോൾ എല്ലാ പാർട്ടിക്കാർക്കും അടി വന്നുകൊണ്ടായിരിക്കും വിജയുടെ പാർട്ടി വിജയ് വോട്ട് മേടിക്കാൻ പോകുന്നത്.
അപ്പോൾ 3-4 തരത്തിലേക്ക് വോട്ട് സ്പ്ലിറ്റ് ആവും അവിടെ ഓൾറെഡി 3 പാർട്ടീൻ്റെ ഒരു ഇതിൽ കളിച്ചിരുന്നു, 2 പാർട്ടിയാണ് മെയിൻ. ഇപ്പം അത് 4 തിരിയുമ്പോൾ ഒരു പാർട്ടിക്ക് തന്നെ മെജോറിറ്റി ഒരു ഭരണം 118 സീറ്റ് ഇപ്പം സാധ്യമില്ലാത്ത സിറ്റുവേഷൻ ആണെന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ വിജയിൻ്റെതായിട്ടുള്ളൊരു സ്റ്റാൻഡ് ഉറപ്പിക്കാനും അല്ലെങ്കിൽ വിജയ്ക്ക് ഒരു പ്രതിപക്ഷത്തേക്ക് 2ാം സ്ഥാനത്ത് വന്ന് പ്രതിപക്ഷം കാത്തു സൂക്ഷിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. കാരണം അവിടെ ജയലളിതൻ്റെ പാർട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ എംജിആറിൻ്റെ പാർട്ടി ആയിട്ടുള്ള ADMK ഒരു വീക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനും BJPയോട് അലയൻസ് വെച്ചിട്ടുള്ളതുകൊണ്ട് തമിഴന്മാർ അങ്ങനെ അടുപ്പിക്കാത്ത സിറ്റുവേഷനൊക്കെ അവിടെ കാണുന്നുണ്ട്. അതേസമയം തന്നെ വിജയ്ക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കൂട്ടം ആളുകൾ പേടിപ്പിക്കുന്നുണ്ട് തമിഴ് ജനതയെ. വേറെ ഒന്നുമല്ല, ജയിച്ചു കഴിഞ്ഞാൽ BJPൻ്റെ ഒപ്പം കൂടും. അപ്പോൾ വിജയിനെ ജയിച്ചു കഴിഞ്ഞാൽ BJPനെ ഉള്ളിൽ കൊണ്ടുവരുന്ന മാതിരിയായിരിക്കും, അതുകൊണ്ട് ആരും വോട്ട് ചെയ്യരുത് എന്നുള്ളവർക്കൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റാൻഡിൽ കർശനമായി പറയുന്നുണ്ട്, നമ്മൾ BJPനായിട്ടോ അല്ലെങ്കിൽ വേറൊരു പാർട്ടിയായിട്ടോ ഒരു അലയൻസും ആരായിട്ടും വെക്കണമെന്നില്ല, നമ്മൾ സ്വന്തമായിട്ട് തന്നെ 234 കാൻഡിഡേറ്റ്സ് നിർത്തിക്കൊണ്ട് സോളോ ആയിട്ട് തന്നെ അവർ മത്സരിക്കാൻ പോകുന്നുള്ള ഒരു സിറ്റുവേഷൻ അപ്പോൾ കാണുന്നത്. മറ്റുള്ള പാർട്ടിയൊക്കെ 20 അലയൻസും മറ്റേ പാർട്ടി 10 അലയൻസൊക്കെ വെച്ചിട്ടാണ് അവിടെ പ്രാവശ്യം ഗവൺമെൻറ് ഫോം ചെയ്യാൻ നോക്കുന്നത്. അവിടെ വിജയ് ഒറ്റക്കാണ് നിന്നിട്ട് പോരാടാൻ നോക്കുന്നത്. അപ്പോൾ ഈ വരുന്ന 23-ാം തീയതി കണ്ടറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ അവിടെയുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരും, ഒരു 70% യങ്സ്റ്റേഴ്സും ഒരു 40 വയസ്സ് വരെയുള്ള ആളുകൾ 70% വിജയ്ക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം. പിന്നെ സ്ത്രീകൾ, അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് ഉണ്ടാവുന്നത് സ്ത്രീകൾക്കാണ്. സ്ത്രീകളിൽ ഒരു 60% ആളുകളും വിജയ്ക്ക് വോട്ട് ചെയ്യണം എന്നുള്ളൊരു തയ്യാറെടുപ്പിൽ നിൽക്കുന്നത്. പക്ഷേ തമിഴ്നാട് ഇലക്ഷൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവരാർക്കാ വോട്ട് ചെയ്യണം എന്നുള്ളത് ലാസ്റ്റ് മിനിറ്റിലേ അവർക്ക് തീരുമാനിക്കുള്ളൂ. കാരണം അവിടെ ക്യാഷ് കൊടുത്തോണ്ടോ അല്ലെങ്കിൽ ഒരു ഓർഡർ കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്ത് സാധനം കൊടുത്തിട്ടും അവർക്ക് വോട്ട് പിടിച്ചേക്കാൻ പറ്റിയ സിറ്റുവേഷൻ കഴിഞ്ഞ 10-30 വർഷം കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് എന്ത് കൊടുക്കുന്നോ അതിലിരിക്കും അവരെ വോട്ട്. അപ്പോൾ വിജയ് എന്നുള്ള വലിയൊരു ശക്തി അവർ ഇല്ലാതാക്കാൻ മാക്സിമം ശ്രമിച്ച്, പക്ഷെ വിജയൊക്കെ അത് മുന്നിട്ട് പോരാടി അതിൽ തളരാതെ ഫൈറ്റ് ചെയ്ത് ഇന്നിപ്പോൾ ഇലക്ഷൻ വരെ എത്തിയിട്ടുണ്ട്. വിജയ് അവിടെ 2 സ്ഥലത്താണ് മത്സരിക്കുന്നത്, പെരമ്പൂറും തിരുച്ചി ഈസ്റ്റും. രണ്ടിടത്തും വലിയ ലെവലിൽ ആദരവ് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ കുറച്ച് ടഫായിട്ട് സിറ്റുവേഷനാണ്. കാരണം ഇതൊക്കെ മറ്റുള്ള പാർട്ടിയുടെ ഓൾറെഡി കോട്ടകളാണ്. ആ കോട്ടകൾ തകർക്കാൻ വിജയിക്കാകുമോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് മെയ് 4-ന് ഇലക്ഷൻ റിസൾട്ടായിട്ടും അറിയാം. എന്തായാലും വിജയിക്കും വിജയുടെ പാർട്ടിയായ തമിഴക വെട്ടികളിക്കും എല്ലാ വിജയ ആശംസകളും ഞാൻ നേരുന്നു. താങ്ക് യു.